ടോപ്പിക്കാണ് സെൽഫ് ലവ്. സെൽഫ് ലവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സെഷൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. റീസെൻ്റ്ലി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടോപ്പിക് എടുക്കണമെന്ന്. ഇപ്പം കൂടുതൽ ആൾക്കാരും പറഞ്ഞത് സെൽഫ് ലവ് എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ സെൽഫ് ലവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് സെൽഫ് ലവ് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാം. ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം കൂടെ ഒരുക്കി തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ റെഡിയാണോ സെൽഫ് ലവ് എന്താണെന്ന് പഠിക്കാനായിട്ട്? അതെ സാർ. ഹലോ, റെഡിയാണ് സാർ. റെഡി. ഓക്കെ, താങ്ക് യു. അത് വർക്കിംഗ് ഇല്ല, എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാ. ഓക്കെ, സോ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ടോപ്പിക്കാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സോ സെൽഫ് ലവ് നമ്മൾ പഠിക്കാൻ പോകുന്ന മുന്നേ കുറച്ച് ബ്രീഫായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുന്നേ ഇപ്പോൾ സെൽഫ് ലവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പം മാനിഫെസ്റ്റേഷൻ നമ്മളെല്ലാ ആൾക്കാരും ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഭംഗിയായിട്ട് കുറെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എത്രമാത്രം ഹാപ്പി ആണോ അത്രമാത്രമായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആവുന്നത്. മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. എന്താണോ നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടായിട്ടുള്ളത്, ആ ചിന്തകളിൽ ഉണ്ടായ സംഭവം ഫിസിക്കലി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഹാപ്പിനെസ്സിലേക്ക് വരുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവും, സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാവുമെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് സെൽഫ് ലവ് എന്നത്. സ്വയം സ്നേഹിക്കപ്പെടേണ്ടത്, അതായത് സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടത്. അപ്പം സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നോർമലി ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ശക്തമായിട്ട് മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് പറയാം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഇപ്പൊ കുറെ ആൾക്കാർക്ക് അറിയാം. ബട്ട് എന്നിരുന്നാലും കുറെ ആൾക്കാർ ചിന്തിക്കുന്നത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വാർത്ഥത, എൻ്റേത്, എനിക്ക് ആ തരത്തിലുള്ള തോട്ടാണോ എന്ന് തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം മനസ്സിലാക്കുക, സെൽഫ് ലവ്, സ്വയം സ്നേഹം എന്നത് ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് എന്താണ് സെൽഫ് ലവ് എന്ന് ചോദിച്ചാലോ, നമ്മൾ സ്വയം അംഗീകരിക്കുകയും സ്വയം ബഹുമാനിക്കുകയും സ്വയം പരിപാലിക്കുന്നതുമാണ് സെൽഫ് ലവ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, സ്വയം അംഗീകരിക്കുകയും, നിങ്ങൾ എന്താണോ അത് അതുപോലെ തന്നെ നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങളെ തന്നെ ബഹുമാനിക്കുകയും അതുപോലെ നിങ്ങൾ തന്നെ പരിപാലിക്കുന്നതുമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പം ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആത്മീയമായിട്ടും ഈ 4 തലങ്ങളിലേക്ക് സ്വയം നിങ്ങളെ പരിപാലിക്കുന്നത് എന്തിൽ ഉൾപ്പെടുന്നു? സെൽഫ് ലവ് ഉൾപ്പെടുന്നു. ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും ഈ 4 മേഖലയും വേണം. സോ അപ്പൊ ഈ 4 മേഖലയും ഒന്നിച്ചു വരുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനായിട്ട് മാറുന്നത്. കുറെ ആൾക്കാര് ശാരീരികമായിട്ട് ഭയങ്കര സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാവാം, അല്ലെങ്കിൽ വൈകാരികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാവാം, അല്ലെങ്കിൽ ആത്മീയ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് ആത്മീയത ഉണ്ടാവില്ല, സ്പിരിച്വാലിറ്റി ഉണ്ടാവില്ല. ബട്ട് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഒരു മനുഷ്യ നിലയിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ എന്തിനാണ് സെൽഫ് ലവ് എന്ന് ചോദിച്ചാൽ, സെൽഫ് ലവ് എന്തിന്റെ ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മികച്ച മാനസിക ആരോഗ്യത്തിന് വേണ്ടി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മികച്ച മാനസികമായിട്ടുള്ള ആരോഗ്യമുണ്ടാവും, മനസ്സിന് ആരോഗ്യം ഉണ്ടാവും. മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, മനസ്സ് സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. നിങ്ങൾ ഗ്ലൂമി ആയിട്ടിരിക്കും. ഗ്ലൂമി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ കിച്ചണിൽ പോയി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല, ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഗോളുകളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സെൽഫ് ലവ് ചോദിക്കുന്നത് മുതിർന്ന ആൾക്കാർക്ക് മാത്രമാണോ, അതോ മിഡിൽ ഏജ് ആൾക്കാർക്കാണോ, അതോ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കാണോ, അതോ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ സെൽഫ് ലവ്?
അല്പമെങ്കിലും ബോധതലങ്ങളിലേക്ക് ഉണർവ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ കുട്ടികളും ചെയ്യാം. കുട്ടികൾക്ക് ഒരു എങ്ങനെ പറയാം, ഒരു ഇപ്പോഴത്തെ ഒരു ബേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരു 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല ബോധമുണ്ട്. സോഷ്യൽ മീഡിയ അത്രയും മാത്രം, നമ്മൾ ഇന്റർനെറ്റും അത്രമാത്രമൊക്കെ സജീവമായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് കുട്ടികളും പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കും സെൽഫ് ലവ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യം. അപ്പൊ എല്ലാവർക്കും എന്ത് വേണം? സെൽഫ് ലവ് വേണം. അപ്പൊ മികച്ച മാനസിക ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സെൽഫ് ലവ് നമുക്ക് അത്യാവശ്യമാണ്. സെൽഫ് ലവ് നിങ്ങൾ എത്രമാത്രം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് എന്തുണ്ടാവും? ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ കാരണം എന്തായിരിക്കും? സെൽഫ് ലവ് ഇല്ല. സെൽഫ് ലവ് ഇല്ലാത്തതിന്റെ ഒരുപാട് പ്രോബ്ലംസ് ചിലപ്പോൾ നമ്മൾ ഈ സെഷനിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയമായിട്ട് നിങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എന്തില്ല, സെൽഫ് ലവ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇന്നത്തെ വേൾഡിൽ, ഇന്നത്തെ ഈ ലോകത്തിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സിന്റെ ലെവൽ വളരെ അധികം. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ടെൻഷൻ വളരെ അധികം ആയതുകൊണ്ട് തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെസ്സിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. സ്ട്രെസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നല്ല പറയുന്നത്, സ്ട്രെസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെ കുറയ്ക്കാൻ പറ്റും വിത്ത് സെൽഫ് ലവ്. സെൽഫ് ലവ് ഉപയോഗിക്കുന്നതോടുകൂടി മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സെൽഫ് ലവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കും. കാരണം നിങ്ങൾക്ക് സ്വയം നിങ്ങളെ സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും പറ്റുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായിക്കോട്ടെ, അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്നേഹിക്കാനും ടേക്ക് കെയർ ചെയ്യാനും ബഹുമാനിക്കാനും പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് എന്നെ തന്നെ എനിക്ക് സ്നേഹമില്ല, ബഹുമാനിക്കാൻ പറ്റുന്നില്ല, ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ എനിക്ക് എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഞാൻ ടേക്ക് കെയർ ചെയ്യും? ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആക്ച്വലി നിങ്ങളെ സ്നേഹിക്കുന്നത് പ്രോപ്പറായിട്ടല്ല എങ്കിൽ, അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നത് പ്രോപ്പറായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ റിയൽ ലവ് ആണോ? അത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യണ്ടോ? ഇല്ല. ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ട് ഞാൻ എന്നെ വളർത്തുന്നുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരന്മാർ, ഇവരെയൊക്കെയാണ്. ബട്ട് എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിൽ എത്രമാത്രം സ്നേഹമുണ്ട് റിയലായിട്ട്? ഇപ്പൊ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുകയാണെങ്കിൽ, ദാറ്റ്സ് ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ? എൻ്റെ അച്ഛനായതുകൊണ്ട് എനിക്ക് സ്നേഹിക്കണം, എൻ്റെ മക്കളായതുകൊണ്ട് എനിക്ക് സ്നേഹിക്കണം. ശരിയാണോ? അതൊരു റെസ്പോൺസിബിലിറ്റി ആണോ? മ്യൂട്ട് മാറ്റാം. നോ സാർ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് റിയൽ ആയിട്ടാണ് സ്നേഹിക്കുന്നത് പുറത്തുള്ള ആൾക്കാരെ. ബട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ കാര്യം അത് വിട്ടേര്, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും തട്ടിമുട്ടി നോക്കോളാം. മേഡം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ പറ്റിയേ? അത് ഹസ്ബൻഡിനെ കൊടുത്ത് കുട്ടികളെ കൊടുത്ത് വന്നപ്പോ തന്നെ സമയം അങ്ങായി. പിന്നെ വിചാരിച്ചു ഇനി വൈകുന്നേരം ചായ കുടിക്കാം. അപ്പൊ മേഡത്തിന് ഭക്ഷണം വേണ്ടേ? മേഡത്തിന് ദഹനവും മറ്റു പ്രക്രിയയൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ട്. വീട്ടുകാർ ആദ്യം നോക്കട്ടെ. സി, അപ്പൊ എത്രമാത്രം സെൽഫ് ലവ് ഉണ്ടെന്ന് നോക്കിയപ്പോ ലൈക്ക് നമുക്കും സർവൈവ് ചെയ്യണം. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത പോയിന്റ് പറഞ്ഞത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സെൽഫ് ലവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് എന്തുണ്ടാക്കും? സെൽഫ് ലവ് വഴിയൊരുക്കും. വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് സെൽഫ് ലവ് വഴിയൊരുക്കും. അപ്പൊ ഒരുപാട് ഇമ്പോർട്ടൻസ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പതുക്കെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ, ഇപ്പം എല്ലാ ആൾക്കാരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്, ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. ദാറ്റ്സ് ഗുഡ്. ഈ പറഞ്ഞു പോയ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിലേറ്റബിൾ ആക്കാൻ പറ്റും. കാര്യം സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനും സെൽഫ് ലവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കും. സോ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് വീണ്ടും കണക്ട് ചെയ്ത് സംസാരിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല സഫലമാകുന്നത്, നിങ്ങൾ എന്താണോ അതാണ് സഫലമാകുന്നത്. വൺസ് മോർ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ഇരിപ്പുണ്ടെങ്കിൽ, ആഗ്രഹങ്ങളെ സഫലമാക്കാൻ ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒരിക്കലും അത് മാനിഫെസ്റ്റ് ആവില്ല. നിങ്ങൾ എന്താണോ അതാണ്
സബലമാകുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഒരു 10 ലക്ഷം രൂപ മാനിഫെസ്റ്റ് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ 10 ലക്ഷം രൂപ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും, ഞാൻ 10 ലക്ഷം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും, എനിക്ക് പറ്റുമോ, ഞാനൊരു പാവപ്പെട്ടവനല്ലേ, ഇത് എങ്ങനെ മാനിഫെസ്റ്റ് ആവാനാ, ഇത് എങ്ങനെ സാധിക്കും, ഒരു രൂപ പോലും തന്ന് സഹായിക്കാൻ ആളില്ല, പിന്നെ എങ്ങനെ 10 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്യണേ? കണ്ടോ, നിങ്ങളുടെ സ്വപ്നം 10 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്യുകയും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും, എവിടെ നടക്കും, എപ്പോ നടക്കുമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം ഒരു സ്ഥലത്തുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് മറ്റൊരു സ്ഥലത്താണ്. അപ്പൊ സെൽഫ് ലവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. അപ്പം സന്തോഷത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി മാച്ച് ചെയ്യും. അപ്പൊ സന്തോഷം എന്താണോ കൂടുതൽ തന്നുകൊണ്ടിരിക്കുന്നത് അതെന്ത് ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജസ് പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സെൽഫ് ലവ് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരിക്കലും സ്നേഹത്തെ തേടി പോകരുത്, സ്നേഹം തേടി പോകരുത്. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? അത് നിങ്ങളെ നകന്നുകൊണ്ടേയിരിക്കും. അപ്പം സ്നേഹം എങ്ങനെ നിങ്ങളിലേക്ക് അട്രാക്ട് ആകണം? സ്നേഹമാകുന്ന ഒരു കാന്തമായി നിങ്ങൾ മാറിയാൽ മതി. അപ്പൊ സ്നേഹമാകുന്ന ഒരു കാന്തമായിട്ട് എങ്ങനെ മാറാൻ പറ്റും? സ്വയം സ്നേഹിച്ചാൽ മതി. ഒരു കാന്തം ഒരിക്കലും ആണിയെ പോയി അട്രാക്ട് ചെയ്യുന്നതല്ല, ആണി കാന്തങ്ങളിലേക്ക് അട്രാക്ട് ആകുന്നതാണ്. എങ്ങനെ? കാന്തത്തിന്റെ ആകർഷണ ശക്തി. സെയിം തിങ് നമ്മൾ എന്തായാൽ മതി? സ്നേഹത്തിന്റെ ഒരു കാന്തമായി മാറിയാൽ മതി. സ്നേഹം നമ്മളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. പക്ഷെ ഇൻസ്റ്റന്റ് ഓഫ് നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? സ്നേഹത്തെ തേടി പൊക്കോണ്ടിരിക്കുക ചെയ്യുന്നേ. ഒരുപാട് കൊറീസ് പറഞ്ഞ എന്താ വെച്ചാൽ, സാറേ ആ പുള്ളിക്കാരൻ ഇത് സ്നേഹിക്കുന്നില്ല, പുള്ളിക്കാരി സ്നേഹിക്കുന്നില്ല, എങ്ങനെ പുള്ളിക്കാരിയെ എന്നെ സ്നേഹത്തിലേക്ക് ആക്കാൻ പറ്റും, എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. സോ ഇങ്ങനെ ഒരുപാട് കൊറീസ് ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും സ്നേഹത്തെ തേടി പോകരുത്. സ്നേഹം നിങ്ങളിലേക്ക് വരണം. അപ്പൊ സ്നേഹം നിങ്ങളിലേക്ക് വരണം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ മാർക്കാ. അപ്പൊ പറയണം, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ മതി. സ്വയം സ്നേഹിക്കുക. നിങ്ങൾ എത്രമാത്രം സ്വയം നിങ്ങളെ സ്നേഹിക്കുന്നോ, ടേക്ക് കെയർ ചെയ്യുന്നോ, നിങ്ങൾ ബഹുമാനിക്കുന്നോ, ട്രീറ്റ് ചെയ്യുന്നോ, അതിനനുസരിച്ച് നിങ്ങളിലേക്ക് നിങ്ങളുടെ അകത്തുള്ള സ്നേഹത്തിന്റെ ആ ഒരു വേവ് ലെങ്ത് കൂടുകയും അതിനനുകൂലമായിട്ടുള്ള ആള് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. സോ അത്രയും ഒരു ആന കാര്യമൊന്നുമല്ല, അത് ഗ്രാജുവലി ചെയ്തെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത്രേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാല്, ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ഇഷ്ടമുണ്ട്, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡേ നിങ്ങൾ കഴിക്കാറുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാറുള്ളൂ. എവറിത്തിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാ. പക്ഷെ എന്തുകൊണ്ടാണ് അതിനപ്പുറം സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്ന ആളെ വിഷമിപ്പിക്കണ്ടല്ലോ. ഇതിനോട് യോജിക്കുന്നുണ്ടോ? കൂടെ നിൽക്കുന്ന ആളെ വിഷമിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. മ്യൂട്ട് മാറ്റാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് പറയാം, വെരി ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് പറയാം. സോ അപ്പൊ റിലേഷൻഷിപ്പില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, റിലേഷൻഷിപ്പില് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകും? ഇപ്പം ഞാനും എന്റെ പാർട്ട്ണർ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. സോ വേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്? അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഇരിക്കുന്നത്? ഇടി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ധരിക്കണ്ട. അല്ല, എനിക്കിഷ്ടം ഈ ഡ്രസ്സാണ്, ഈ ഡ്രസ്സ് ഇടാവും, എനിക്കിഷ്ടം ഇന്നതെ കഴിക്കാവൂ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഹലോ, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ 2025 ഇപ്പം AI ആണ്. പണ്ട് നമുക്ക് അങ്ങനെ ധാരണ ഉണ്ടായിരുന്നു, നാട്ടുകാർ എന്ത് വിചാരിക്കും അല്ലേ? ഇപ്പൊ നാട്ടുകാരല്ലല്ലോ എനിക്ക് തിന്നാൻ തരുന്നേ. ജയപ്രകാശ് ബ്രോ എനിക്ക് നല്ല അടുപ്പമുണ്ട്. പുള്ളിക്കാരന്റെ വൈഫിനെയും പിള്ളേരെയും നോക്കുന്ന നാട്ടുകാരല്ല. പുള്ളിക്കാരൻ പോ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാണ് ട്രീറ്റ് ചെയ്യുന്നത് വീട്ടുകാരെ. നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് ശരിയല്ല എങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക. അമ്മയെ തല്ലിയാൽ 2 വശമെന്നില്ലേ? ആ തള്ളക്ക് അത് തന്നെ വേണം.
എന്നാലും അവൻ തള്ളയെ തല്ലിയല്ലോ. സോ ഇങ്ങനെ രണ്ട് വശമാണ് അമ്മയെ തല്ലിയാൽ പോലും. അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു നല്ല വസ്ത്രം ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെയും നാട്ടുകാർ പറയുന്നതാ പണത്തിന്റെ ഹുങ്ക്, ആ ജയപ്രകാശ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഇവിടെ ഇവള് ദൂർത്തടിച്ച് കളയണം. ഇനി മോശമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നടക്കണെങ്കിലോ, എത്ര പണം ഉണ്ടാക്കിയാലും കാര്യമില്ല, ഇങ്ങനെ അടക്കുള്ളൂ. ഇവർക്ക് വേറെ പണിയില്ല, പറഞ്ഞുകൊണ്ടിരിക്കുക, അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവസരമുണ്ട്, അല്ലെ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷെ നമുക്ക് എന്താണ് ഹാപ്പിനെസ് നൽകുന്നത് എന്നും പറഞ്ഞ് മോശമായിട്ടുള്ള കാര്യത്തിൽ പോകണമെന്നല്ല പറയുന്നത്, എന്നും പറഞ്ഞ് മറ്റൊരാളെ ഉപദ്രവിക്കണമെന്നല്ല പറയുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കുക എന്താ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കാലം കഴിഞ്ഞു. ഇനിയിപ്പം പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയില്ല എങ്കിൽ റിലേഷൻഷിപ്പിൽ എപ്പോഴും ബ്ലോക്കേജ്, സെൽഫ് ലവ് പറയുന്നത് ജസ്റ്റ് കണക്ട് ചെയ്ത് പറയാം, റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രോബ്ലംസ് വരുന്നത് പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ്. പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ നമുക്ക് എത്ര വലിയ പ്രശ്നവും സോൾവ് ചെയ്യാൻ പറ്റും. ഏതോ സിനിമ കണ്ടപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, എനിക്ക് തോന്നുന്നു നരിവേട്ട സിനിമയിലെ സുരാജ് വെഞ്ഞാറമ്മോട് ടോവിനോട് പറയും, നീ ഒരു കല്യാണം കഴിക്ക്, അപ്പം നിന്റെ പകുതി പ്രശ്നങ്ങൾ വൈഫ് എടുക്കും. ഭാഗ്യം, അപ്പൊ ആ പകുതി പ്രശ്നം ഉള്ളൂ, പകുതി പ്രശ്നം അവളുടെ പകുതി പ്രശ്നം നീ എടുക്കണം, അപ്പൊ 100% ആവും. സോ അങ്ങനെ പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാ. നമ്മുടെ പകുതി പ്രശ്നം വൈഫ് എടുക്കും, വൈഫിന്റെ പകുതി പ്രശ്നം നമ്മളും എടുക്കണം, അപ്പം ബാലൻസിങ് ആണ്, അല്ലേ? സോ നിങ്ങള് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരെല്ലാം കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. എനിക്കറിയാം നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെന്ന് അറിയാം. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്, വായ തുറന്ന് പറയുക, ദിസ് ഇസ് റോങ്, ഓക്കെ, ഇത് ചെയ്തത് ശരിയായില്ല. അഹങ്കാരത്തിലൂടെ അല്ല, ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കാര്യത്തിൽ പറയണം. അഹങ്കാരത്തോടെ പറയുമ്പം രണ്ടുപേർക്ക് ഈഗോ ഉണ്ട്, വൈഫിനും ഈഗോ ഉണ്ട്, പെണ്ണിനും ഈഗോ ഉണ്ട്, ആണിനും ഈഗോ ഉണ്ട്. അപ്പം ഒരു പെണ്ണിങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് ആണിന് ഈഗോ വരാം, ആണിങ്ങനെ പറഞ്ഞു എന്ന് പെണ്ണിന് ഈഗോ വരാം. സോ ഈഗോയും വരാൻ പാടില്ല. എന്നാൽ അവിടെ നമ്മള് പറയേണ്ട പ്രോപ്പറായിട്ടുള്ള കാര്യം പ്രോപ്പറായിട്ട് പറയുകയും വേണം, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുകയും വേണം. ആ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്ന ആള് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുകയും വേണം. എന്നിട്ട് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യണം. അപ്പം അവിടെ വോയിസ് മോഡുലേഷൻ ഉണ്ട്. ആ സമയത്ത് വോയിസ് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിലോടുകൂടി സംസാരിക്കണം എന്ന് പറയും. ലോവർ ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിമയെ പോലെ സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു ബേസ്മെന്റിൽ സംസാരിക്കും. അപ്പം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവും. ഇവിടെ പറയാനൊക്കെ എളുപ്പമാണ് കേട്ടോ. നിനക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞാനല്ലേ ചെയ്യുന്നേ, ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്യാതെ കാര്യമില്ലല്ലോ. നിങ്ങൾ ഇത്രയും ദിവസം പോയത് ഒരു വെയിലൂടെ ആയിരിക്കും പോയിട്ടുള്ളത്. ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ചു, സന്തോഷം വന്ന് സന്തോഷം പ്രകടിപ്പിച്ചു, സ്നേഹം വന്നപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചു. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 75% 80% ആൾക്കാരും ഇപ്പോഴും പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല എന്നതാണ് വാസ്തവമായിട്ടുള്ള സത്യം. ഹസ്ബൻഡും വൈഫും പ്രോപ്പറായിട്ട് സംസാരിക്കാറില്ല. ബാക്കി 25% 20% മാത്രമേ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അതെന്താ? കല്യാണം കഴിച്ച സമയത്തുള്ള റൊമാൻസ് അല്ല, കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞുള്ള റൊമാൻസ്. എവിടെ എന്ത് പറ്റി? മൊബൈലിനെ കുറ്റം പറയരുത്. ഒരിക്കലും മൊബൈൽ അല്ല കുറ്റക്കാരൻ. മൊബൈൽ എത്രയോ അനുഗ്രഹമാണ് നമുക്ക്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ലവ് കുറച്ചുകൂടെ അധികമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറച്ചും കൂടെ ആധികാരമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി സെൽഫ് ലവിന്റെ പ്രധാന ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സ്വയം അംഗീകരിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം. സ്വയം അംഗീകരിക്കുക. സോ സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് നമ്മൾ പറയും. നമ്മളുടെ പോരായ്മകൾ എന്താണോ, ശക്തികൾ എന്താണോ, അത് അതുപോലെ തന്നെ നമ്മൾ അംഗീകരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ള ഒരാളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റു വ്യക്തികളുമായിട്ട് നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും.
നിങ്ങളെ കൊളീഗ്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് എന്ന് പറയുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവ ഓരോ ദിവസവും വെച്ചിട്ട് കയറ്റും, എനിക്കൊന്നും പറ്റുന്നില്ല, എനിക്കൊരു കഴിവില്ലല്ലോ. ആ സമയത്ത് നമ്മുടെ കഴിവ് അവനെക്കാളും മറ്റൊരു കഴിവ് നമുക്കുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു എഡിറ്ററും ആ ഒരു വ്യക്തി വാർത്ത പറയുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ എഡിറ്റിംഗിൽ തന്നെ മറ്റൊരു വശം നോക്കുന്ന ഒരാളാകാം. അവ എഡിറ്റിംഗ് മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഉയർന്ന ആൾക്കാർ പറയും അവൻ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പം അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ സ്വയം പറയാതെ നമ്മുടെ ഉള്ളിലുള്ള കഴിവ് എന്താണ് തിരിച്ചറിഞ്ഞ് അതിന് കുറച്ച് വളവും വെള്ളവും ഒഴിച്ചെടുത്താൽ അത് വളർന്നു വരും. നാളെ പുള്ളിക്കാരന് കൊടുത്ത അംഗീകാരവും നമുക്ക് കിട്ടും. അത് കിട്ടണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ തൊട്ടടുത്ത കൊളീഗിന് അംഗീകാരം കിട്ടിയപ്പോ മനസ്സ് തുറന്ന് ആ വ്യക്തിയെ നമുക്ക് അംഗീകാരം കൊടുക്കാൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻസ് കൊടുക്കാനായിട്ട് നമുക്കും പറ്റണം. പക്ഷെ ഈഗോ കാരണം അവിടെ നടക്കില്ല. എന്നെക്കാളും വലുതായോടാ നീ, ശരിയാക്കി തരാം. നേരെ നാളെ ക്ഷേത്രത്തിൽ പോകുന്നു, സാധാരണ 1 തേങ്ങ അടിക്കുന്നേ, ഇന്ന് 3 തേങ്ങ എക്സ്ട്രാ. വീണ്ടും ഞാൻ കണക്ട് ചെയ്യുന്നു, വാട്ട് യു ഫീൽ ദാറ്റ് യു അട്രാക്ട്. നിന്റെ ആഗ്രഹം അല്ല സഫലമാവും. നിന്റെ ആഗ്രഹം എന്താ? അവൻ നാളെ കമ്പനിയിൽ പൊട്ടി പാളിസാവണേ, അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ? ആ സെയിം സംഭവം തന്നെയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവന് ആ ഒരു കാര്യത്തിൽ ഒരു സംഭവം ഉണ്ടാവില്ല. അവൻ വീണ്ടും അടിച്ച് വെച്ചിട്ട് കയറ്റുമായിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ നിമിഷം പോകുന്തോറും തകർന്നുകൊണ്ടേയിരിക്കും. വാട്ട് യു ഫീൽ ദാറ്റ് യു അട്രാക്ട്. എന്താണ് എന്റെ ഫീൽ? അവൻ നാശിച്ച് നാറാണക്കല്ലെടുക്കണേ, അതാണ് എൻ്റെ ഉള്ളിലുള്ള ഫീൽ. ഒരാളും നശിക്കാൻ വേണ്ടിയിട്ടോ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ കൂടെ നിൽക്കുകയും ചെയ്യരുത്. അതിനുവേണ്ടി മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. അതെല്ലാം നമുക്ക് റിയാക്ട് ചെയ്യും. സോ അപ്പം സെൽഫ് അംഗീകാരം, അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ പോരായ്മകൾ എന്താണോ, നമ്മുടെ ശക്തി എന്താണോ, അത് അതുപോലെ തന്നെ നമ്മൾ അംഗീകരിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്, സ്വയം ബഹുമാനിക്കുക, സെൽഫ് റെസ്പെക്ട്. നിങ്ങളുടെ മൂല്യങ്ങളെയും ആവശ്യങ്ങളെയും ബഹുമാനിക്കുക. സോ നിങ്ങളുടെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളോ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ, കഴിഞ്ഞ തലമുറയൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളെ ബേസ് നമ്മളെ അമ്മമാരെ അല്ലെ അമ്മയുടെ അമ്മ, അവരൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവരുടേതായ മേഖലയിൽ അവരുടേതായ കയ്യൊപ്പ് ചാർത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ. പക്ഷെ ഒരു കല്യാണം കാരണം അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരെ കാരണം അവരുടെ സ്വപ്നങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. ബിക്കോസ് അന്ന് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ ചൂരിലെടുക്കും, അടി അപ്പം തന്നെ കിട്ടും. മിണ്ടിപ്പോരുത്, ചിന്തിച്ചു പോരുത്, പറഞ്ഞു പോരുതെന്ന് പറഞ്ഞ് നമ്മൾ വിലക്കുമായിരുന്നു എത്രയോ പേരുടെ സ്വപ്നങ്ങൾ. ഇന്ന് എത്രയോ പേര് ചിലപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ സയന്റിസ്റ്റ് ആയേനെ, ഡോക്ടേഴ്സ് ആയേനെ, എഞ്ചിനീയേഴ്സ് ആയേനെ. പക്ഷെ എന്ത് പറ്റി? മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ കുഴിച്ചു മൂടി. അപ്പൊ ആ സമയത്തൊക്കെ ചില ആൾക്കാർ അത് തരണം ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. തരണം ചെയ്ത് വന്ന ആൾക്കാരെ നമ്മൾ വിളിച്ചൊരു വിളിപ്പേരുണ്ട്, പറയാൻ പറ്റുമോ? മ്യൂട്ട് മാറ്റാം. എക്സ്ട്രാ ഓർഡിനറി. അല്ല, വിന്നർ. അല്ല, അഹങ്കാരികൾ. അവരെ വിളിച്ച പേരാണ് അഹങ്കാരികൾ. അതായത് സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിത്തിരിച്ച ആൾക്കാരെ വിളിച്ച പേരാണ് അഹങ്കാരികൾ. അല്ലേ? ആണോ? അല്ലേ? യാ. സോ എവിടെ പാളി? ഇപ്പൊ നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പരാതികൾ മൊത്തം അവരെ ലയിപ്പിച്ചിട്ടോ കാര്യമില്ല. പക്ഷെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇത് നിങ്ങൾ മ്യൂട്ട് മാറ്റി ആൻസർ പറയുക. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സമയം വൈകിയോ? സമയം വൈകിപ്പോയോ? ഇപ്പൊ ഈ നിമിഷം തുടങ്ങാം. ഈ നിമിഷം മുതലാണെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. യെസ്, ദാറ്റ്സ് ഇറ്റ്.
കാര്യം 62ാമത്തെ വയസ്സിൽ എന്തോ ആണ് KFCയുടെ ആ ഒരു മാജിക് ആയിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടിയത്. KFC ഇന്നും ആൾക്കാര് ക്യൂ നിന്നിട്ടാണ് KFCയുടെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത്. 62ാം വയസ്സിൽ, ഐ തിങ്ക് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അദ്ദേഹം വിജയിച്ചത്. സോ അപ്പൊ നമ്മളും ഒട്ടും വൈകിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഗവൺമെന്റ് ജോലിയൊന്നും നമുക്ക് പറ്റത്തില്ല, ഏജ് ഓവറായി, സോറി. ബട്ട് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു പൂർണ്ണത അവസ്ഥ അല്ല ആക്ച്വലി. അത് ഗവൺമെന്റ് ജോലി ഇപ്പൊ എല്ലാ ആൾക്കാരും എന്താ, ഒന്നാമത്തെ ഓപ്ഷൻ ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുത്താലും സീനില്ല, പിന്നെ സ്ഥിരമായ ഒരു വരുമാനമുണ്ട്. 3, അഥവാ ഞാൻ തട്ടിപ്പോയാലും എന്റെ വൈഫിന് ആ ജോലി കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് ഗവൺമെന്റ് ജോലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവസാനം നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ എന്ത് കിട്ടും? ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പെൻഷൻ ബേസ് ആയിട്ടുള്ള സംഭവം കിട്ടും. അപ്പൊ പെൻഷൻ ഉണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഗൾഫ് കൺട്രീസിലും ഇപ്പം ചെറിയ ഒരു ഏജ് ഓവർ ഉണ്ട്. ബട്ട് അതൊന്നും അല്ല, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല അവസരങ്ങളൊക്കെ ഉണ്ട്, ബട്ട് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പരാതികളും പരിഭവങ്ങളിലും പെട്ടുപോയി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ പറ്റാത്തത്. 3ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്, സ്വയം പരിപാലിക്കുക, സെൽഫ് കെയർ ചെയ്യുക, ശാരീരികമായും മാനസികമായും ആരോഗ്യത്തിനും മുൻഗണന നൽകുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരീരത്തിനും മാനസികമായിട്ടുള്ള കാര്യത്തിനും ആരോഗ്യത്തിനും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കാര്യം ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, പോയി. പണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബന്ധങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ആരോഗ്യം പോയാൽ പോയത് തന്നെ. ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്, ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. രാത്രി കിടന്നാൽ രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ട്, വിരലുകൾ അനക്കാൻ പറ്റുന്നുണ്ട്, കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നു, സ്മെല് ചെയ്യാൻ പറ്റുന്നു, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. കോവിഡ് വന്നപ്പോൾ നമ്മൾ പെട്ടുപോയി. ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല, മണം അറിയാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം പെട്ടുപോയി. അപ്പൊ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഹെൽത്ത് ഉള്ളത്. അതുകൊണ്ട് ആ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. 2ാമത് ശരീരം. നമ്മുടെ ശരീരം എത്രമാത്രം ഹെൽത്തി ആണോ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടോ, വ്യായാമം ചെയ്യാതെ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡും കഴിച്ച്, ഓയിൽ അടങ്ങിയ കൂടുതൽ ഫുഡും കഴിച്ച്, വയറും ചാടി, ശരീരം മുഴുവനും നീരും വെച്ച്. ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ചോദിക്കും, സാറ് സെൽഫ് ലവ് ഒരു ജീവിതമല്ലേ ഉള്ളൂ, പഞ്ചസാര തിന്നാ ജീവിക്കാറ്റില്ലേ, കൊളസ്ട്രോൾ ഹൈ. ഹലോ, ഇന്ന് കുറെ കാര്യങ്ങളിൽ ഹെൽത്ത് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധിക കാലം കൂടെ നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കാം, ഇല്ലെങ്കിൽ നേരത്തെ പോകാം. അപ്പൊ ചോദിക്കും, 20 വയസ്സും 19 വയസ്സും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണത്. എല്ലാ ആൾക്കാരും ചെയ്യുന്നില്ല, റെയർ കേസസ് അല്ലേ സംഭവിക്കുന്നുള്ളൂ. സോ അത് വെച്ച് താരതമ്യം ചെയ്യരുത്. ഓക്കെ, സെൽഫ് കെയർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സ്വയം സഹാനുഭൂതി, സെൽഫ് കമ്പാഷൻ. തെറ്റുകൾ വരുമ്പോൾ സ്വയം ദയ കാണിക്കുക. അതായത് തെറ്റുകൾ സംഭവിക്കാം, നമ്മൾ മനുഷ്യരാണ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ദൈവങ്ങളല്ല, തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. അതില് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാ സീസണിലും നമ്മൾ കണ്ടുവരുന്ന സംഭവമാണ്, 10ാം ക്ലാസ് ഫെയിൽ ആകുമ്പോഴും +2 ഫെയിൽ ആകുമ്പോഴും ഒരു 4-5 പിള്ളേരങ്ങ് തൂങ്ങും, ആത്മഹത്യ ചെയ്യും. ലവ് ഫെയിലിയർ വരുമ്പം ആത്മഹത്യ ചെയ്യും. ബിസിനസ്സിൽ എന്തെങ്കിലും കൊളാപ്സ് വരുമ്പം ആത്മഹത്യ ചെയ്യും. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ ആത്മഹത്യ ചെയ്യും. ഇതൊക്കെ പൂർണ്ണമാണോ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണോ നിന്റെ? അല്ല. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്ന ഒരു ചിന്ത, ആ ചിന്തയൊന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ സുഖമായിട്ട് നമുക്ക് ജീവിക്കായിരുന്നു. അപ്പൊ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനെ നിങ്ങൾ സ്വയം ക്രിട്ടിസൈസ് ചെയ്യാതെ, ജോബ് സ്ട്രെസ് അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ജോലി സ്ഥലത്തുള്ള സ്ട്രെസ് അത് വലിയൊരു വേദന ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഒരാളോട് പോലും തുറന്ന് സംസാരിക്കുന്നില്ല, അവിടെയുള്ള സ്ട്രെസ് മൊത്തവും നിങ്ങൾ വഹിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. സോ ആ സമയത്തൊക്കെ സ്വയം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാതെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്വയം നിങ്ങളെ കുറ്റപ്പെടുത്താതെ
അതിൽ നിന്ന് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. സോ അപ്പൊ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കുക, പ്ലീസ് ഹെൽപ്പ് ചോദിക്കുക ആൾക്കാരോട്. അതിന് എന്തെല്ലാം അവസരങ്ങളുണ്ട് ഇപ്പൊ, എത്ര മെന്റേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഡോക്ടേഴ്സിനോട് ചോദിക്കുക, സൈക്കോളജിസ്റ്റ് ഡോക്ടേഴ്സിനൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട്, എനിക്ക് മാനസികമായിട്ട് എന്തോ രോഗമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോണത്. പ്ലീസ്. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, സ്വയം അംഗീകരിക്കുക, സ്വയം ബഹുമാനിക്കുക, സ്വയം പരിപാലിക്കുക, സ്വയം സഹാനുഭൂതി ഉണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ 5ാമത്തെ പോയിന്റ്, ആവശ്യങ്ങൾ തിരിച്ചറിയുക. റെക്കഗ്നൈസ് നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ്, എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതാണ് നമുക്കിടയിലുള്ള എല്ലാ ആൾക്കാരുടെയും പ്രോബ്ലം. ഇതാണ്, നമുക്ക് ഓരോരുത്തർക്കും എന്താണ് വേണ്ടതെന്ന് അറിയില്ല. ഒരു കൂട്ടം ആൾക്കാർ പോകണ്ടോ, അവരെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് പോകും. നാട്ടുകാരെന്ത് പറയണ്ടോ അതിന്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് പോകും. വീട്ടുകാരെന്ത് പറയണോ അതിന്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് പോകും. പക്ഷെ റിയൽ ആയിട്ട് എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. കുറെ കഴിയുമ്പോ, ഒരു 5-6 വർഷം, 10 വർഷം, 15 വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ വെറും ശൂന്യമായിരിക്കും ലൈഫ്. കുറെ ആൾക്കാർക്ക്, ഇതിൻ്റെ അകത്തുള്ള കുറെ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ 30 വർഷം ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. മ്യൂട്ട് മാറ്റാം. ശരിയാണോ അല്ലേ? കഴിഞ്ഞ 15 വർഷം ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ശരിയാണ്. ശരിയാണ് സർ. ഒരാൾ പറയണം 51 വയസ്സായി ഇപ്പോഴും ഞാൻ 0 ആയണം. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുന്നു, വൈകിയോ? ഇല്ല, മൈൻഡ് സെറ്റ് ആണ് എല്ലാത്തിനും. മൈൻഡ് സെറ്റ് ആണ് എല്ലാം. യെസ്, വൈകിട്ടില്ല. സോ ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവസരമുണ്ട്. എപ്പോഴാണ് നമുക്ക് അവസരം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ആ തിരിച്ചറിവ് എപ്പോഴാണ് കിട്ടുന്നത്? അറിവ് എല്ലാ സ്ഥലത്തു നിന്ന് കിട്ടും, പക്ഷെ തിരിച്ചറിവ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഈവൻ തിരിച്ചറിവ് കിട്ടി, അതിനനുസരിച്ച് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അടുത്ത 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പല സെഷൻസും വരും. അപ്പോഴും ആ വ്യക്തി ഇങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, കഴിഞ്ഞ 50 വർഷം നിങ്ങൾ എന്ത് ചെയ്തു? ശൂന്യമായിട്ട് തോന്നുന്നില്ലേ? അതെ സാറേ, അതെ. ഓ, സാറിന് എങ്ങനെ മനസ്സിലായി? അയ്യോ സാറേ, ഈ തിരിച്ചറിവ് എനിക്ക് നേരത്തെ തോന്നില്ല. ഹലോ, ഒരു 3 വർഷം മുമ്പ് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചതല്ലേ? അതെ അതെ അതെ. എവിടെയാ ചോദിച്ചേ? ഗ്രീൻ ട്രൂത്തിൽ ഒരാള്. പ്ലീസ്, എപ്പോഴും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ വരയ്ക്കാതെ ഡു സംതിങ് ഡിഫറെന്റ്. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യും. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രീൻ ട്രൂത്തിന്റെ താഴെയുള്ള മെൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗ്രീൻ ട്രൂത്തിന്റെ നിറം പോലും അറിയില്ല. മേക്സ് ക്രിയേറ്റീവ് പീപ്പിൾ എന്നാണ്. മേക്സ് ക്രിയേറ്റീവ് പീപ്പിൾ, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോ വെറുതെ എപ്പോഴും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ആക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ പറയുന്നില്ലേ, എന്നെ ആരും നോക്കുന്നില്ല, ടേക്ക് കെയർ ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, കളിയാക്കുന്നു, പരിഹസിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ. കാരണം എന്താ നിങ്ങൾക്ക് അറിയാവോ? ആർക്കെ അറിയോ കാരണം എന്താണെന്ന്? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സെൽഫ് ലവ് ഇല്ലാത്തത് മാത്രമല്ല എന്ന് പറയട്ടെ, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരും ടേക്ക് കെയർ ചെയ്ത് ബഹുമാനിക്കാതെ ഒന്നും നോക്കാതെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും നായി നോക്കിയേ, ഈ കളിയാക്കിയോ പരിഹസിച്ചോ എല്ലാ ആൾക്കാരും നിങ്ങളുടെ ബാക്കിൽ നടക്കും. നിങ്ങളുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്നലെ വരെ നിങ്ങൾ കല്യാണത്തിന് പാലുകാച്ചിന് പോയ വീട്ടില് ഹായ് ഹലോ എന്ന് പറയുള്ളായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അവരെ വീട്ടിലൊന്ന് പോയി നോക്കിയേ, ഇല്ലാത്ത കസേര അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കസേര ഇരുത്തും. അറിയാവോ? പറഞ്ഞൂടെ? ശരിയാണോ അല്ലേ? ശരിയാണ്.
അപ്പൊ ഇതറിയാം അപ്പൊ ഇതറിയാം. പക്ഷെ എനിക്ക് കസേര വേണ്ട, ഞാൻ മുറ്റത്ത് നിന്ന ആളാ, എനിക്ക് മുറ്റമാണല്ലോ. ആണോ? അല്ല അല്ല സാർ. എവരിവൺ ഇൻസൾട്ടിങ്. സോ എന്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്നു മനസ്സിലാക്ക്. മോഹൻലാലിനെ, മമ്മൂട്ടിയെ, സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യും? അതോ വീട്ടില് കസേര ഇട്ടിട്ട് തുടച്ചു കൊടുക്കും അവർക്ക് ഇരിക്കാൻ വേണ്ടി? സുരേഷ് സാർ പറയും. മ്യൂട്ട് മാറ്റാം. ശരിയാണ്. സുരേഷ് ഉണ്ടല്ലോ. അപ്പൊ ഇതെവിടെ നിന്ന് വന്നു? എനിക്ക് എന്തുകൊണ്ട് കസേര ഇടുന്നില്ല? എന്തുകൊണ്ട് മമ്മൂട്ടി കസേര ഇടുന്നു? അവർക്ക് അതിനനുസരിച്ച് വാല്യൂ ഉണ്ട്. അപ്പൊ അറിയാം. സോ ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വൈകിയോ? ഇല്ല. ചെയ്യാൻ ഇല്ല. തുനിഞ്ഞിറങ്ങണവന് വൈകിട്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഇത്രയൊക്കെ ആയില്ലേ, തട്ടിയും മുട്ടിയും അങ്ങ് പോവാം. ഇനി 4-5 വർഷം. സോ നിങ്ങൾ ആരും മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ആരും മോശക്കാരല്ല. നിങ്ങളെല്ലാം മികച്ച ആൾക്കാരാ. എവിടെയോ ചെറിയൊരു തട്ടിന്റെ കുഴപ്പം മാത്രം. ആ തട്ട് പ്രോപ്പറായിട്ട് എന്നോ കിട്ടിയിരുന്നെങ്കിൽ എന്നേ ശരിയായിരുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും മികച്ച ആൾക്കാർ, എന്നെക്കാളും മികച്ച ആൾക്കാർ, എന്നെക്കാളും അനുഗ്രഹീത ആൾക്കാർ നിങ്ങൾ എല്ലാവരും. പക്ഷെ ആ പ്രോപ്പറായിട്ട് തട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ക്ലിയർ? ഇനി എങ്ങനെ സെൽഫ് ലവ് നമുക്ക് പരിശീലിക്കാം, അതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. സോ സെൽഫ് ലവ് നമുക്ക് ഇനി പതുക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ട കാര്യങ്ങൾ എന്താണെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശാരീരിക പരിപാലനം. ഫിസിക്കൽ സെൽഫ് കെയർ വേണം. നിങ്ങളുടെ ശരീരത്തിനെ പ്രോപ്പറായിട്ട് പരിപാലിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് വേണമെന്നാ? എക്സസൈസ്, യോഗ, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ, ജിമ്മിൽ പോകുന്ന കാര്യങ്ങൾ, ഓടാൻ, ചാടാൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ശരീരം നല്ല ഹെൽത്തി ആയിരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ഫുഡ്. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ബർഗർ, ചിപ്സ്, മാംഗോ ജ്യൂസ് അല്ല. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല കളർ അടങ്ങിയിട്ടുള്ള പഴങ്ങള്, വീട്ടിലുണ്ടാക്കിയ നല്ല ഭക്ഷണം എന്നും പറഞ്ഞ് കരിച്ചതും പൊരിച്ചതും കഴിക്കരുത് എന്നല്ല. വീക്കിലി വൺസോ മന്ത്ലി ട്വൈസോ കഴിക്കുക. ആഴ്ചയിൽ ഒരിക്കയോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണ മാത്രം കഴിക്കുക. ഓക്കെ, ഇപ്പോ കൊളസ്ട്രോൾ ഹൈ ആണ്. ഇപ്പൊ നമുക്ക് ഫ്രയർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, റൈറ്റ്? നേരത്തെ ഉള്ളതാണ്. ഓയിൽ ഇല്ല, നമുക്ക് ചിക്കനൊക്കെ എന്ത് ചെയ്യാം, പൊരിച്ചെടുക്കാനായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഫ്രയർ എന്നൊക്കെ പറഞ്ഞ സംഭവം. സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം, നന്നായിട്ട് ഉറങ്ങുക. ഒരു വ്യക്തി മിനിമം 6 to 8 hours ഉറങ്ങണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ല, ഡോക്ടറാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ മില്ലറ്റ്സ് നല്ല ഫുഡാണ്. ഉറങ്ങുക നന്നായിട്ട്. പിന്നെ ചിട്ടയായ വ്യായാമം പരിശീലിക്കുക. സൂചിപ്പിച്ച ഓൾറെഡി, ശാരീരികമായിട്ട് പരിപാലനത്തിന് വ്യായാമം മസ്റ്റാണ്. പക്ഷേ വിഷയം എന്നെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യുക എന്നതല്ല, സ്ഥിരമായി കൺസിസ്റ്റൻസിയോടെ ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ വർഷവും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. എപ്പോഴാ? ന്യൂ ഇയർ പ്രമാണിച്ച് ജിമ്മിൽ പോകണം, ബോഡി സെറ്റ് ആക്കണം, യോഗ ക്ലാസ് ജോയിൻ ചെയ്യുന്നു, 6 മാസത്തേക്കുള്ള ക്ലാസ്സിനുള്ള പൈസ ഓൾറെഡി ഫുൾ ചെയ്യുന്നു. 2 ദിവസമൊക്കെ 3 ദിവസം 4 ദിവസമൊക്കെ പോകുമ്പോൾ ബോഡിയൊക്കെ നല്ല വേദനയായിരിക്കും. എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യേ. പക്ഷെ 6ാമത്തെ ദിവസം കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വേദന ഉണ്ടാവില്ല. ഇത്രയും നാളെ ബോഡി അനങ്ങാതിരുന്ന എന്റെ വേദനയാണ് വരുന്നത്. മുട്ടിന്റെ എവിടെയും കാൽമുട്ടിന്റെ ഇടയ്ക്ക് ഒന്ന് അനങ്ങിയപ്പം ഗ്രീസിന്റെ ഒഴുക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഒഴുക്കൊക്കെ ഉണ്ടായി. പിന്നെ വേദന വരില്ലായിരുന്നു. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാതെ വന്നപ്പോൾ പ്രോബ്ലം സ്റ്റാർട്ടായി. അപ്പൊ കൺസിസ്റ്റൻസിയോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിന് കറക്റ്റ് ആയിട്ടുള്ള വ്യായാമം കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ശരീരത്തിന് കൃത്യമായിട്ട് വിശ്രമം കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റാ. പൈസ എന്ന് പറഞ്ഞ്
രാവിലെ മുതൽ ഫുൾ ടൈം കിടന്ന് അധ്വാനിക്കുക എന്നത് മാത്രമല്ല, പ്രോപ്പറായിട്ട് ശരീരത്തിന് വിശ്രമവും കൊടുക്കുക. അറിയാലോ, ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നാളെയും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നാളെയും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടാക്കിയത് എല്ലാം പാഴായി പോയി, ഇവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ലൈഫിൽ പ്രധാനമായിട്ടും വേണ്ട 4 പില്ലേഴ്സാണ്. 1 ഹെൽത്ത്, 2 വെൽത്ത്, 3 റിലേഷൻഷിപ്പ്, 4 നമ്മുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് സംതിങ് എന്തെങ്കിലും. ഈ 4 കാര്യങ്ങൾ ഇല്ല എങ്കിൽ പാടാണ്. ഹെൽത്ത് ഉണ്ട്, ഇത് 3 ഇല്ല, കാര്യമുണ്ടോ ജീവിതം? ഇല്ല. പണമുണ്ട്, റിലേഷൻഷിപ്പ് ഇല്ല, കാര്യമുണ്ടോ? ഇല്ല. റിലേഷൻഷിപ്പ് ഉണ്ട്, പണമില്ല, കാര്യമുണ്ടോ? ഇല്ല. ആലോചിച്ച് നോക്കിയേ, ഇത് 4ഉം ഒരു മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട വേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ പ്രോപ്പറായിട്ട് വിശ്രമം കൊടുക്കുക. അതുപോലെ തന്നെ മെന്റൽ സെൽഫ് കെയർ, മാനസികമായിട്ടൊരു പരിപാലനം, അതിനാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, പാർക്കിലൊക്കെ പോയിരിക്കുക, കുറച്ച് ലൈക്ക് എന്താ പറയുക, ഈ പൂക്കളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, മരങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ ഫോറസ്റ്റ് യാത്രകളൊക്കെ ചെയ്യുക, നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള കമ്പനി കൂടുക, നല്ല നല്ല സത്സംഗ് കേൾക്കുക, സ്പിരിച്വാലിറ്റി ബേസിലുള്ള കാര്യങ്ങൾ കേൾക്കുക. സോ ഇതൊക്കെ മാനസികമായിട്ടുള്ള മെന്റൽ ഹെൽത്ത് കെയർ നമുക്ക് നല്ലപോലെ കിട്ടും. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളർത്തുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകളെ വളർത്തുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ തിരിച്ചറിയുക, ഒഴിവാക്കുക എന്നത് രണ്ടാമതാണ്. ആദ്യം തിരിച്ചറിയുക എന്നാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവുള്ള ചിന്തകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ലാസ്റ്റിംഗ്, മാനസിക ഉല്ലാസ യാത്രകൾ, വിനോദ യാത്രകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. തൊട്ടടുത്ത് ബീച്ചേ ഉള്ളൂ, ബീച്ച് പോവുക. തൊട്ടടുത്ത് പാർക്കുണ്ടോ, പാർക്കിൽ പോവുക. മാനസികമായിട്ട് ഉല്ലാസം നൽകുന്നത്. ഇന്ന് അങ്ങനെയല്ല, മന്ത്ലി വൺസ് അല്ലെങ്കിൽ 3 months ഒരിക്കൽ പുറത്തൊക്കെ ഒന്ന് പോവുക. ലൈക്ക് നമ്മൾ കോമൺലി കേൾക്കുന്ന സ്ഥലമാണ്. കേരളത്തിലാണെങ്കിൽ പല സ്ഥലങ്ങളുണ്ട്, വയനാട്, ഇടുക്കി, അങ്ങനെ കുറെ കാര്യങ്ങൾ. തമിഴ്നാടാണ് ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെയൊക്കെ വർഷത്തിലൊരിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ എനിക്കറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് പോവുക. ഓക്കെ, അത് ഒരുപാട് മാനസികമായിട്ട് നിങ്ങളെ എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സഹായിക്കും ധാരാളമായിട്ട്. പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ പ്രത്യേകത ധാരാളമായിട്ട് അറിയാം. ഓക്കെ. അതുപോലെ തന്നെ ഇമോഷണൽ സെൽഫ് കെയർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈകാരികമായിട്ടുള്ള പരിപാലനം, ഇമോഷണൽ കെയർ. ഇമോഷണൽ കെയർ എന്ന് പറയുമ്പോൾ സങ്കടം വരാം, സന്തോഷം വരാം, ദുഃഖം വരാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അതുപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മനുഷ്യരാണ്, സങ്കടം വരാം, കരച്ചിൽ വരാം, ദുഃഖമൊക്കെ ഉണ്ടാവാം. അത് അതുപോലെ തന്നെ അംഗീകരിക്കുക. ആ ഇമോഷണൽ സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ വികാരങ്ങളെ തിരിച്ചറിയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് അത് പ്രകടിപ്പിക്കുകയും വേണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. ഹസ്ബൻഡിന് വൈഫിനോട് നല്ല സ്നേഹം പ്രകടിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ അവൾ എന്ത് വിചാരിക്കും? നീ എന്നെ വൈഫിനോടല്ലാതെ പിന്നെ വേറെ ആരോടാ സ്നേഹം പ്രകടിപ്പിക്കണ്ടേ? സോ അപ്പൊ പ്രകടിപ്പിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക? ചിലപ്പോൾ ഒരു കിസ്സിലൂടെ ആയിരിക്കും പ്രകടിപ്പിക്കാൻ തോന്നുന്നത്. കിസ് ചെയ്യുക. അയ്യേ, ഈ പ്രായത്തിൽ വൈഫിനെ എങ്ങനെ ഞാൻ കിസ് ചെയ്യും? സോ നിങ്ങൾക്കറിയാം, ഞാൻ പുറത്താണ് താമസിക്കുന്നത്. 90 വയസ്സായ അപ്പൂപ്പനും അമ്മമ്മയും പോകുന്നു. അവർക്ക് ഇപ്പൊ റൊമാൻസ് പങ്കുവെക്കണോ? ലണ്ടൻ തെരുവാണ്. ആ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000-2000 പേര് ചുറ്റും ഉണ്ടാവും. ദേ ഡോണ്ട് കെയർ. അവരുടെ കൾച്ചർ അങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ ഇങ്ങനെയാണ്. ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ, അങ്ങനെ ആയിക്കോട്ടെ. ബട്ട് 90 വയസ്സാണേലും അവരവരുടെ റൊമാൻസ് അവർ എക്സ്പ്രസ് ചെയ്യും. നമുക്ക് 2 കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ റൊമാൻസ് മൊത്തം കുട്ടികളിലേക്കായിരിക്കും, സ്നേഹം മൊത്തം കുട്ടികൾക്കായിരിക്കും. പിന്നെ വൈഫായാലും ഹസ്ബൻഡായാലും പിന്നെ വൈഫ് എന്ന് പറയുക കുട്ടികളെ നോക്കുന്ന ഒരു ഓക്കെ. ആർക്കും അഭിപ്രായം എന്തോ പറയാനുണ്ട്?
വൈഫ് വന്ന് കുട്ടികളെ നോക്കുന്ന ആരാ പിന്നെ? യന്ത്രം. God. ഒരു ജോലിക്കാരി. ജോലിക്കാരി. കേരള അല്ലേ പുള്ളയും. അയ്യോ അങ്ങനെ പറയരുതേ. യെസ്. സോ അപ്പോ ഒരു കുടുംബം ആവുമ്പം ഹസ്ബൻഡ് വൈഫിനോട് സ്നേഹം ഉണ്ടാവണം, വൈഫ് ഹസ്ബൻഡിനോട് സ്നേഹം ഉണ്ടാവണം, കുട്ടികളോട് സ്നേഹം ഉണ്ടാവണം, എല്ലാം വേണം. എന്നാലേ അതൊരു നല്ല സൂപ്പറായിട്ട് പോകത്തുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ സൂചിപ്പിച്ചു ധ്യാനം, മെന്റൽ ഫുൾനെസ് പരിശീലിക്കുക, മെഡിറ്റേഷൻ മസ്റ്റായിട്ട് നമുക്ക് വേണം സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യത്തിൽ. ഓക്കെ, പിന്നെ ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമിക്കാൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാ? സ്വയം ക്ഷമിക്കുകയും വേണം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും വേണം. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിനാണ് നമ്മൾ ഹോപ്പനോ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള പരിപാലനം, സ്പിരിച്വൽ സെൽഫ് കെയർ, സ്പിരിച്വാലിറ്റി ബേസ്ഡുള്ള സ്പിരിച്വൽ സെൽഫ് കെയറും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ലവ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ അടുത്തൊരു പോയിന്റ് ആണ്, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം. പ്രകൃതിയുമായി അടുത്തിടപഴണം. ഇടയ്ക്കിടയ്ക്ക് മരത്തിനെ ഹഗ് ചെയ്യുക, നല്ല പുല്ലൊക്കെ കാണാൻ അവിടെ കിടക്കുക, കിടന്ന് ഉരുളുക. പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ ഇവനെന്തോ ഒരു ചെറിയൊരു എവിടെയോ ഞെട്ട് ലൂസാണെന്നൊക്കെ തോന്നും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഹാപ്പിനെസ് ആണോ വലുത്, അതോ അപ്പുറത്ത് നിൽക്കണവൻ്റെ സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്? ഞാൻ മരത്തിനെ ഇറക്കിടയ്ക്ക് ഹഗ് ചെയ്യുമ്പോൾ ഇവനെ കെട്ടിക്കാൻ സമയമായി എന്നിങ്ങനെ പറയും. ബട്ട് എൻ്റെ ഹാപ്പിനെസ് ആണ് മരത്തിന് ഹഗ് ചെയ്യണത്. അമ്മമാരെ പലതും പറഞ്ഞിട്ട് അങ്ങ് പോകും. സോ അപ്പോൾ നിങ്ങളെ ഹാപ്പിനെസ് എന്താണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ല പുറത്തുള്ള ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് വേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൃതജ്ഞത വളർത്തുക. ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അതൊരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് അനുഗ്രഹങ്ങൾ തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് മറക്കരുത്. അത് എത്രത്തോളം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചുകൂടി ഡെവലപ്പ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി സെൽഫ് ലവ് വളർത്താൻ സഹായിക്കുന്ന ദിവസവും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം. സെൽഫ് ലവ് ചെയ്യണമെങ്കിൽ ദിവസം കുറഞ്ഞത്, ഏറ്റവും കുറവാണ് പറയുന്നത്, ഇതല്ല മാക്സിമം കുറവ്, 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. രാവിലെ 8 മണിക്ക് പിള്ളേരും ഹസ്ബൻഡും ഒക്കെ കഴിഞ്ഞാൽ 8 മണി മുതൽ രാത്രി വൈകുന്നേരം 4-5 മണി വരെ ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്. എന്താണ്? TV കാണും, കുറെ നേരം ഉറങ്ങും, കുക്ക് ചെയ്യും, വീട് തൂത്ത് വൃത്തിയാക്കും, തുണി കഴുകും. ഇതല്ല പറഞ്ഞ് 10-15 മിനിറ്റ് മാറ്റി വെക്കാനായിട്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രം സമയം മാറ്റി വെക്കുക. അതുപോലെ തന്നെ നോ പറയേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് നോ പറയാൻ പഠിക്കണം. അതാണ് ഇവിടെ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലം. എവിടെ നോ പറയണോ അവിടെ നോ പറയില്ല. എന്തുകൊണ്ടാ? അവരെന്ത് വിചാരിക്കും, പാവമല്ലേ അവര്. എസ് പറയും. എന്നിട്ട് എന്നാൽ എസ് പറഞ്ഞില്ല, ഈ ജോലി മൊത്തം ഞാൻ തന്നെ ചെയ്യണമല്ലോ ദൈവമേ, അന്ന് അപ്പോഴെങ്ങനെ പ്രോപ്പറായിട്ട് നോ പറഞ്ഞെങ്കിൽ ഇപ്പൊ സുഖമായിട്ടിരിക്കായിരുന്നു. സോ അവിടെയും നമ്മുടെ പ്രോബ്ലം പറ്റി. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ടുള്ള ഉപയോഗം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയുമായിട്ടുള്ള ഉപയോഗം, അത് നിയന്ത്രിക്കുക. നിർത്തണമെന്നല്ല പറയുന്നത്, നിയന്ത്രിക്കുക. ആവശ്യമില്ലാത്തതൊക്കെ അൺഫോളോ ചെയ്തങ്ങ് വിടുക. തുറക്കുമ്പോൾ തന്നെ മാതൃഭൂമിയുടെ ഇന്നലെ 5 പേര് കുത്തേറ്റ് മരിച്ചു, ഇന്നത്തെ ദിവസം പോയി ദൈവമേ. കാമുകി ആസിഡ് ഒഴിച്ച് മുഖം പൊള്ളിച്ചു. ഇതാണ് എപ്പോഴും സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുള്ളൂ. കാര്യം അവർക്ക് റീച്ച് വരണം. റീച്ച് കിട്ടാൻ വേണ്ടി അവർ നെഗറ്റീവ് മാത്രമേ സ്പ്രെഡ് ചെയ്യുള്ളൂ, പോസിറ്റീവിന് റീച്ച് കിട്ടില്ല. സമൂഹം എത്രത്തോളം ആയിപ്പോയെന്ന് ആലോചിച്ച് നോക്കിയേ. പോസിറ്റീവിന് റീച്ച് കിട്ടില്ല, നെഗറ്റീവിന് മാത്രമേ റീച്ച് കിട്ടുള്ളൂ.
നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ഒരു നല്ല കാര്യം ചെയ്യുക, നിങ്ങളൊരു മോശക്കാര്യം ചെയ്യുക. എന്നിട്ട് രണ്ടും ആൾക്കാർ കാണൊക്കെ തന്നെ ചെയ്യണം. ഏതാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആവണം നോക്കാം. ലണ്ടനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. ഇന്ത്യക്കാർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ത്യക്കാരനോ ശ്രീലങ്ക, വാട്ട് എവർ ഇറ്റ് ഈസ്. റീസെന്റ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്യും, നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നെഗറ്റീവ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പോകണ്ട, പോസിറ്റീവ് ക്യാപ്ചർ ചെയ്യാൻ നോക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൺഫോളോ ചെയ്ത് വിടുക, ആവശ്യമുള്ള കാര്യം മാത്രം ഫോളോ അപ്പ് ചെയ്യുക. നോ പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് പറയണം. എത്രയോ ആൾക്കാർ, എസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. എത്രയോ ആൾക്കാർ അവരുടെ ലൈഫ് സെറ്റിൽമെന്റ് ഓപ്പർച്യൂണിറ്റി അവർ മുന്നിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലെ എസ് പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് ഇന്ന് അവരൊക്കെ ലക്ഷപ്രഭുക്കളാകേണ്ടതായിരുന്നു. പക്ഷെ അന്ന് നിങ്ങൾ നോ പറഞ്ഞു. അതിനെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കോടികളുടെ വാല്യൂ ഉണ്ടാവും അന്നത്തെ ഒരു എസ്സിന്. സോ എസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്, നോയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെറിയ ചെറിയ നേട്ടങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പുറത്തുള്ള ഒരാൾക്കും നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷം അവർക്ക് വേണ്ട സന്തോഷം. നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുന്നതിനപ്പുറം വേറെ ആരും സന്തോഷിക്കുന്നില്ല. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ ഹാപ്പിനെസ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നേ? ആ ഒരു കാര്യത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കിടന്ന് അധ്വാനിച്ച് എല്ലാം ചെയ്ത് അത് നിങ്ങൾ നേടിയെടുത്തു. നിങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്യണ്ടേ, വേറെ ആരും നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞോണ്ടിരിക്കുന്നത്? ഒരു പക്ഷെ നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരന്മാര്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, അതിനപ്പുറം വേറെ ആളുണ്ടാവില്ല. അല്ലെങ്കിൽ ഏറ്റവും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആത്മസുഹൃത്തും ഉണ്ടാവും, ഒന്നോ രണ്ടോ, അതിനപ്പുറം ആരും ഉണ്ടാവില്ല. എഴുതി വെച്ചോ. ലൈഫ് എക്സ്പീരിയൻസാ പറയുന്നത്. നമ്മുടെ ഒരു നേട്ടത്തിലും, നമ്മുടെ ഒരു മുന്നോട്ടുള്ള ചവിട്ടുപടിയിൽ നമ്മൾ വിജയിക്കും തോറും ഒരാൾക്കും അതിഷ്ടപ്പെടില്ല. ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് കണ്ണ് കടിക്കുന്ന, അറിയില്ലേ? സോ ഡീപ്ലി ഞാൻ പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ പറയുന്നു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ ചെറിയ അച്ചീവ്മെന്റ് ആയിക്കോട്ടെ, സെലിബ്രേറ്റ് യുവർ സെൽഫ്. ഒരു ബിരിയാണി വാങ്ങിച്ചോട്ടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കുറെ നാൾ കൊണ്ട് നിങ്ങൾ ഷുഗർ കട്ടാണ്, ഒരു നല്ല സ്വീറ്റ് ഒരു ലഡുവോ ജിലേബിയോ വാങ്ങിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അപ്രീഷിയേഷൻസ് കൊടുക്കാതെ വേറെ ഒരാളും കൊടുക്കാൻ പോകുന്നില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡീപ്പ് മെസ്സേജ് ആണത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി കൃതജ്ഞത. ആ കൃതജ്ഞതയ്ക്ക് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പലപ്പോഴും. സോ അത് എന്ത് ചെയ്യണം, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാ ആൾക്കാരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി സെൽഫ് ലവുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ മ്യൂട്ട് മാറ്റാം. അല്ലാതെ ഞാൻ മ്യൂട്ട് മാറ്റിയ എല്ലാവരും ഈ കാക്കക്കൂട്ടി കല്ലിട്ട പോലെ ചുമ്മാ പറയും. അതുകൊണ്ട് ഹാൻഡ് റൈസ് ചെയ്താൽ സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്ക് നമുക്ക് ടെക്സ്റ്റ് ചെയ്യൂ, അതായാലും മതി. മഞ്ജു മേഡം പറയൂ. സാറേ, സ്പിരിച്വൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ ഉദ്ദേശിച്ചത്? സ്പിരിച്വൽ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ഓരോ ആൾക്കാരും ഓരോ റിലീജിയൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാവുന്നേ. സോ ആ വിശ്വാസത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊക്കെ തരത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയേണ്ടതിലും ദൈവം എന്നൊരു സംഭവം നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം എന്താണ്, എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ സ്പർശനം, ദൈവത്തിന്റെ ആ ഒരു തലോടൽ നമുക്ക് എന്നും ഉണ്ട് നമ്മുടെ കൂടെ തന്നെ. അപ്പോ ആ ദൈവവുമായിട്ട് എന്നും നമ്മൾ ചേർന്നിരിക്കാനുള്ള കാര്യങ്ങൾ, പ്രാർത്ഥന, അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവാം. പ്രാർത്ഥന, വിളക്ക് കത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ, മെഴുകിരി കത്തിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ. ഇനി അങ്ങനെ അല്ല, എങ്ങനെയാണോ നിങ്ങൾ കാര്യം വിശ്വസിക്കുന്നത് ആ തരത്തിൽ, അത് ജീസസ് ആവാം, അയ്യപ്പനാവാം, അള്ളാഹു ആവാം, ബുദ്ധനാവാം. ഇനി അങ്ങനല്ല, എനിക്ക് പ്രതിമയോ ഫോട്ടോയോ ഒന്നും തന്നെ ഇല്ല, ഞാൻ ഈ പ്രകൃതിയാണ് വിശ്വസിക്കുന്നത്, പ്രകൃതിയാണ് സ്നേഹിക്കുന്നത്, പ്രകൃതിയെ ഞാൻ ബഹുമാനിക്കുന്നു, ദാറ്റ്സ് ഓൾ. കുഴപ്പമില്ല. ആ പ്രാർത്ഥന എന്നും ഉണ്ടാവുക, നന്ദി എന്നും ഉണ്ടാവുക. ആ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യുക.
ക്ലിയർ ആവുന്നുണ്ടോ മാഡം? മ്യൂട്ട് മാറ്റുന്നുള്ളൂ. ഓക്കെ സാർ, മനസ്സിലായി. അപ്പൊ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എല്ലാം നന്ദി പറയുക. ഓക്കെ, താങ്ക് യു സാർ. അനു മാഡം. സ്റ്റുഡൻസ് എങ്ങനെ സെൽഫ് ലവ് ചെയ്യും? സ്റ്റുഡൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഓൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓളുടെ ശരീരം ഉണ്ടല്ലോ, ശരീരം നന്നായിട്ട് പരിപാലിക്കുക. ഓക്കെ, നഖം വെട്ടുക, ദിവസവും കുളിക്കുക, പല്ല് തേക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി മെന്റലി ഉള്ള കാര്യങ്ങളിൽ കുറച്ച് അമ്മ പറഞ്ഞ മെഡിറ്റേഷൻ ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നല്ല മോറൽ സ്റ്റോറീസ് ഒക്കെ കേൾക്കുക, വായിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം മെന്റലി നമ്മൾ നല്ല പവർഫുൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം നമുക്ക് നല്ല മോറലായിട്ടുള്ള അവരുടെ ലൈഫിന്റെ പാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ഗുരു. അപ്പൊ അവരുടെയൊക്കെ സ്റ്റോറീസ്, അവരുടെ ആത്മകഥകൾ, അവരുടെ പല കവിതകൾ, അവരുടെ പ്രസംഗങ്ങൾ, അതൊക്കെ കേൾക്കുക. അപ്പൊ മെന്റലി നമ്മൾ നല്ല സ്ട്രോങ് ആവും. അപ്പൊ ഫിസിക്കലി നമ്മൾ ഔട്ടർ ഇതിലെ കാര്യം നമ്മൾ നല്ല സ്ട്രോങ് ആവും. എങ്ങനെയാ? ഈ കാര്യം പറഞ്ഞ ഒരു ഹൈജീനിക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ എക്സസൈസ് ഒക്കെ ചെയ്യുക. കുഞ്ഞാണെന്ന് പറഞ്ഞാൽ എനിക്ക് രോഗം വരുന്നത് അങ്ങനല്ല. നമ്മൾ ഇപ്പോഴേ ആ ഒരു കാര്യം ചുട്ടയില് ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടുണ്ടാവും മോള് ചിലപ്പോൾ. അപ്പൊ കുഞ്ഞുനാൾ മുതൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് പൊക്കഴിഞ്ഞാൽ വലുതാകുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യും. യോഗ ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് അത് എക്സസൈസ് ചെയ്യാതെ അന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തോന്നത്ത് പോലും ഇല്ല. അപ്പൊ നമ്മൾ കുഞ്ഞുനാൾ മുതൽ അത് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മോൾക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് റിജക്ട് ചെയ്യുക. ഓക്കെ, പ്രോപ്പറായിട്ട് എസ് പറയേണ്ടത് എസ് പറയുക, നോ പറയണമെങ്കിൽ നോ പറയുക. മോളുടെ മനസാക്ഷിക്ക് പറ്റാത്ത ഒരു കാര്യവും അത് അക്സെപ്റ്റ് ചെയ്യണ്ട, അല്ലാത്തത് റിജക്ട് ചെയ്യുക. അവരെന്തോ വിചാരിച്ചോട്ടെ. ഓക്കെ, മോൾ ആരാ കൂടെ ഉള്ള? മോളുടെ കൂടെ ആരാ ഉള്ള? അമ്മ, അച്ഛൻ, സഹോദരനോ സഹോദരി ഉണ്ടാവും, അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പൻ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞ് മറ്റാരും സ്നേഹിക്കരുത്, ബഹുമാനിക്കരുത് എന്നല്ല പറയാം. പക്ഷെ മോക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നോ എന്നങ്ങ് പറയും. ദാറ്റ്സ് ഇറ്റ്. യാ, സൂപ്പർ, ഗുഡ്. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അടുത്ത ആരാ ചോദിച്ചിരിക്കുന്നത്? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ട വേ എങ്ങനെ? മിറർ പ്രാക്ടീസിലൂടെയും സെൽഫ് ലവ് ചെയ്യാം. അതായത് കണ്ണാടി നോക്കിയിട്ട് നമുക്ക് എന്താണോ, ഓ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്റെ മുഖം, എത്ര നന്നായിട്ട് എന്റെ മുടിയിരിക്കുന്നു, എന്ത് ഭംഗിയാ എന്നെ കാണാൻ. സോ അത് ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ മെന്റൽ പവറിന് വേണ്ടി നമുക്ക് പറയാം എന്താ, അഫർമേഷൻസ് കണ്ണാടി നോക്കി പറയാം. ഞാൻ ധൈര്യവാനാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എന്റെ തമ്പുരാൻ കൂടെയുണ്ട്, എന്നെ തമ്പുരാൻ എപ്പോഴും അനുഗ്രഹിക്കുന്നു. പോസിറ്റീവ് അഫർമേഷൻസ് കണ്ണാടി നോക്കി പറയാം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? മെന്റൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടും, ഫിസിക്കൽ സ്ട്രെങ്ത്തും കിട്ടും. എങ്ങനെയാ? പവർഫുൾ ആയിട്ട് നമ്മൾ പറയുകയാണ് കണ്ണാടി നോക്കി. നിങ്ങൾ പലപ്പോഴും പല മോട്ടിവേഷൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. ഒരു പൂച്ച വെള്ളത്തിൽ നോക്കുമ്പോൾ സിംഹം പോലെ കാണുന്നത്. അതേപോലെ കണ്ണാടി നിങ്ങൾ നോക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ, ഒരു പോരാളിയെ പോലെ, ഒരു എന്തിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെ പോലെ നിങ്ങൾക്ക് കണ്ണാടി കാണാൻ പറ്റണം. എന്ത് വന്നാലും ഞാൻ നേരിടുമെന്ന്. തമ്പുരാൻ ചലഞ്ചസ് തരുന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് മാത്രം ആ ചലഞ്ച് കൊടുക്കുകയുള്ളൂ, അല്ലാത്ത ആൾക്കാർ കൊടുക്കില്ല ചലഞ്ച്. സെൽഫ് ഹഗ് കൊടുക്കാം, ദാറ്റ്സ് ഗുഡ്. ബോഡി വെയിറ്റ് കൂട്ടാനായിട്ട് നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ എങ്ങനെയാ? എന്റെ പൊക്കത്തിനനുസരിച്ച് എനിക്ക് എന്റെ ഭാരവും ഉണ്ട്, എന്നെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്, എന്റെ ഐഡിയൽ ബോഡി പ്രോപ്പറായിട്ട് പോകുന്നു, ഞാൻ കഴിക്കുന്ന ആഹാരത്തിന്റെ പ്രോട്ടീനും മിനറൽസും ന്യൂട്രിയൻസ് ഒക്കെ എന്റെ ശരീരത്തിൽ പിടിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. സെൽഫ് ലവുമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. ഡിപ്രഷൻ എങ്ങനെ മാറ്റിയെടുക്കാം? ഡിപ്രഷൻ എന്ന് പറയുന്നതും കണ്ടോ, ഡിപ്രഷൻ വരാനുള്ളൊരു കാരണം സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ എന്തുകൊണ്ട് ഡിപ്രഷനിലേക്ക് ഞാൻ വഴുതി വീഴുന്നു എന്ന ആ മൂല കാരണം കണ്ടെത്തണം. ചിലപ്പോൾ ഒരു ലവ് ഫെയിലിയർ ആവാം, ചിലപ്പോൾ ജോലിയുടെ എന്തെങ്കിലും ഭാരം കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ എക്സാംസിന്റെ ഫെയിലിയർ കൊണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തോ ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവത്തിന് റിയൽ ആയിട്ടുള്ള കാതലായ ഭാഗം കണ്ടെത്തുക. എന്നിട്ട് അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളിൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആരുടെ ഹെൽപ്പ് ചോദിക്കുക.
മെന്റർഷിപ്പ് ഉള്ള ഹെൽപ്പ് ആൾക്കാരോട് ചോദിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടല്ല, മെന്റർഷിപ്പ് എടുക്കുന്ന ആൾക്കാരുടെ സഹായങ്ങൾ ചോദിക്കുക. എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാതെ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എവിടെയായിരിക്കും? പ്രോബ്ലത്തിലായിരിക്കും. സ്റ്റിൽ ആം ഇൻ എ ഡിപ്രഷൻ മോഡ്. അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. സോ പ്രോപ്പറായിട്ട് ഒരാളുടെ ഹെൽപ്പ് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കുക. ഡെഫിനറ്റ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റും. വലിയ ഡിപ്രഷൻ മോഡിലൊക്കെ പോയി ജീവിതം തകർന്ന് തരിപ്പണമായി എന്ന് വിചാരിച്ച സമയത്താണ് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കാൻ പറ്റുന്നത്. 100% ഞാൻ ദൈവത്തിനോട് പറയുന്നു. ആ ഗ്രാറ്റിറ്റ്യൂഡ് മൊത്തം ദൈവത്തിനോട് ഞാൻ സമർപ്പിക്കുകയാണ്. അത്രത്തോളം വിഷ്ണു ഇല്ലാണ്ടായി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്ന ആ സമയത്ത് ദൈവം കറക്റ്റായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡിന് ഇത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. സോ ജീവിതം ഇന്ന് എങ്ങനെ ആയിക്കോട്ടെ, നോ വറീസ്. പക്ഷെ തമ്പുരാന് മുറുകെ പിടിച്ചു നോക്കിയേ. ദൈവത്തെ മുറുകെ പിടിക്ക്, വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്. ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ നന്ദി പറയും. നിങ്ങളുടെ ജീവിതം മാറും. അത് 100% ഉറപ്പാണ്. സെൽഫ് കോൺഫിഡൻസ് ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും? അതൊക്കെ വലിയ ടോപ്പിക്കാണ് ആക്ച്വലി. നമുക്ക് അതൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കോൺഫിഡൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും അതിനെ കുറിച്ചൊക്കെ ഡീപ്പർ ലെവലിൽ സംസാരിക്കേണ്ടതുണ്ട്. യെസ്, ഓക്കെ. സോ ഇത്രയും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് ഇമ്പോർട്ടൻസ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി ചോദിച്ചായിരുന്നു 1-2 ആൾക്കാർ. ഒന്ന്, ഈ ബുധനാഴ്ച ജൂൺ 4 മണി മാസ്റ്ററി ഒരു സെഷൻ നമ്മൾ വെക്കുന്നുണ്ട്. മണി മാസ്റ്ററി പണത്തിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. ഓൾറെഡി നമ്മൾ ഒരു ബാച്ച് കഴിഞ്ഞു. ഇപ്പം 2 ബാച്ച് കഴിഞ്ഞു. 3ാമത്തെ ബാച്ച് നമ്മളിപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂൺ 4 കുറെ ആൾക്കാർ പറയുന്നു പണം വരുന്നില്ല, പണം നിൽക്കുന്നില്ല, എന്തുകൊണ്ട് പണം നിൽക്കുന്നില്ല, പണം എങ്ങനെ കൊണ്ടുവരാം, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അഫർമേഷൻസ് പറയുന്നുണ്ട്, എന്നാലും പണം വരുന്നില്ല എന്നൊക്കെ. ബി സീരിയസ്. ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു വെക്കുക. പണം എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ ഓൾഡ് ഫീലിംഗ് ഫ്രീക്വൻസി, കറണ്ട് ഫീലിംഗ് ഫ്രീക്വൻസി, ന്യൂ ഫീലിംഗ് ഫ്രീക്വൻസി. നിങ്ങളുടെ പഴയ ഫീലിംഗ് ആൻഡ് ഇമോഷനിലാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പണത്തിന്റെ അവസ്ഥ മാറ്റാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കറണ്ട് ഫീലിംഗ് ഫ്രീക്വൻസി ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഫീലിംഗ് ഫ്രീക്വൻസിയിലേക്ക് പോകുന്നത്. ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നാളെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകും. മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് പുതിയ ഫീലിംഗ് ഫ്രീക്വൻസി നിർമ്മിക്കണം. ആരുടെയാ? പണക്കാരുടെ ഫീലിങ്സും ഇമോഷൻസും നമ്മൾ നിർമ്മിക്കണം. അപ്പൊ അതിന് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ് 4 ദിവസത്തെ 2 മണിക്കൂർ വെച്ച്. ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അഡ്മിനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 1555 രൂപയാണ്. ഞാൻ എഴുതി തരാം. ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ആ പൈസ കിട്ടില്ല. 4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണത്തിന്റെ എന്തായിരുന്നു എൻ്റെ പ്രോബ്ലം, എന്തുകൊണ്ടായിരുന്നു നിങ്ങളുടെ എത്തിയത്. 4 ദിവസം കഴിയുമെന്ന് മനസ്സിലാവും, ഓ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ഓർ അതർവൈസ് നിങ്ങൾക്ക് നമ്മുടെ അഡ്മിനെ കോൺടാക്ട് ചെയ്യാം. സോ അവരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് 5 മണി തൊട്ട് 5:30 വരെ ഫ്രീ സെഷൻ ഓൺ ഗോയിങ് ആണ്. വാട്ടർ ടെക്നിക്, മണി അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്, പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കും. ബർത്ത്ഡേ വിഷസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ എവറിത്തിങ് പറ്റുമെങ്കിൽ 5 മണിക്കുള്ള ജോയിൻ ചെയ്യുക. നല്ല സമയമാണ്. സോ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. സെൽഫ് ലവിനെ കുറിച്ച് ബ്രീഫായിട്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേറെ ദിവസം അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. സോ ടോപ്പിക്കൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നമ്മുടെ ഈ സെഷൻ റെക്കോർഡായിട്ട് യൂട്യൂബിൽ വരുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത സെഷനിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. നിങ്ങൾ എന്താണ് ഹെഡിങ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് ഷെയർ ചെയ്യുക. സോ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. സോ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ സെഷനെ പറ്റി ആർക്കെങ്കിലും? Great, sir. Thank you, sir. Thank you, sir. നല്ല ക്ലാസ്സാ സാർ. ക്ലാസ് Thank you, sir. ഇഷ്ടായി Nice class. മനസ്സിലാക്കി. താങ്ക് യു സോ മച്ച് ചേട്ടാ. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much. Thank you so much. Thank you, sir. God bless you. God bless.